പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ഇന്ത്യൻ സൈന്യം മിന്നലാക്രമണം നടത്തിയത്. 9 പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി കരസേന അറിയിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ 6 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇന്ത്യൻ തിരിച്ചടിയിൽ 12 ഭീകരർ കൊല്ലപ്പെട്ടുവെന്നും വിവരം. അതേസമയം ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം തയ്യാറാണെന്ന് സൈനിക വൃത്തങ്ങൾ പ്രതികരിച്ചു. ഇന്ത്യൻ വ്യോമസേന ശ്രീനഗർ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. സ്വാതി സന്തോഷ് ചേരുന്നു. സ്വാതി, വിദേശകാര്യ സെക്രട്ടറി അല്പം മുമ്പാണ് വാർത്താ സമ്മേളനം നടത്തിയത്. നമ്മൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് തിരിച്ചടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. 9 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കാൻ രാജ്യത്തിന് കഴിഞ്ഞുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഷമി, അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച പ്രതിരോധ മന്ത്രാലയത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനമാണ് നടന്നത്. വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള ഈ വാർത്താ സമ്മേളനത്തിൽ ഈ ആക്രമണം സംബന്ധിച്ച, പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളാണ് ഇരു സൈനിക മേധാവികളും തമ്മിൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതിൽ കൃത്യമായും പറയുന്നത് പാകിന്റെ പങ്ക് ഈ ഭീകരാക്രമണം, പെഹൽഗാം ഭീകരാക്രമണത്തിന് നൽകിയ തിരിച്ചടി തന്നെയാണ്. അതും ആസൂത്രിതമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സൈനിക വൃത്തങ്ങളും നൽകിയിട്ടുള്ളത്. അതായത് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ കൃത്യമായും 21ഓളം കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത്. അതിൽ കൃത്യമായും രഹസ്യ അന്വേഷണ ഏജൻസിയുടെ വിവരം ലഭിച്ചതിന് പിന്നാലെ അത്തരത്തിൽ ആക്രമണം നടത്തിക്കൊണ്ട് ഈ കേന്ദ്രങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും വ്യോമ സേന ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള കൃത്യമായ അന്വേഷണത്തിന്റെ ഒക്കെയും ഭാഗമായിട്ടാണ് ഈ കേന്ദ്രങ്ങൾ ലൊക്കേറ്റ് ചെയ്തത്. ഈ കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം തന്നെ നടത്തുകയായിരുന്നു. ഈ കേന്ദ്രങ്ങളാണ് ലഷ്കർ ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്ക് പരിശീലനം നൽകിക്കൊണ്ടുവന്നത്. അത്തരത്തിൽ പരിശീലനം നൽകി വന്നപ്പോഴും പാകിസ്ഥാൻ നിരവധി തവണയായി ഈ കാര്യങ്ങളൊക്കെയും നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. പലതവണ ഈ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയും അതിനെയൊക്കെയും നിഷേധിക്കുന്ന സമീപനമാണ് പാക് സ്വീകരിച്ചത്. എന്നാൽ അങ്ങനെ ഒന്നുമല്ല. എല്ലാ കാലത്തും ഭീകരാക്രമണത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു രാജ്യമായി തന്നെയാണ് പാകിസ്ഥാനെ വിലയിരുത്തുന്നത്. UN-ൽ പോലും മറ്റ് രാഷ്ട്രങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിയത്. അത്തരത്തിലൊക്കെയും നോക്കുമ്പോൾ കൃത്യമായ തിരിച്ചടി, പെഹൽഗാമിൽ സാധാരണക്കാരായ മനുഷ്യരെ, നിരപരാധികളായ മനുഷ്യരെ കൊല്ലപ്പെടുത്തിയതിൽ കൃത്യമായ മറുപടി തന്നെയാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നൽകിയത്. ഇതിൽ എല്ലാ സൈന്യവും, അതായത് സംയുക്തമായ ഒരു മിസൈൽ ആക്രമണം നടത്തുന്നതിൽ വിവിധ സൈനിക മേധാവികളും അതോടൊപ്പം തന്നെ വിവിധ സൈന്യവും നടത്തിയിട്ടുള്ള ഇടപെടൽ വളരെ വലുതാണ് എന്നുള്ളതും ഈ കേന്ദ്രങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായ സഹായം ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. രഹസ്യാന്വേഷണ ഏജൻസി ഇതിൽ കൃത്യമായ അന്വേഷണവും അതോടൊപ്പം പരിശോധനകളും ഒക്കെയും നടത്തിയതിന്റെ ഭാഗമായി നടത്തിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സൈന്യം ഒരു മിസൈൽ ആക്രമണം നടത്തിയത്. അതിൽ പാകിസ്ഥാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഈ ആക്രമണം നടത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ ചില അവകാശവാദങ്ങൾ ഉയർത്തിയിരുന്നു. സിവിലിയൻസിനെ അടക്കം ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള മിസൈൽ ആക്രമണമാണ് നടത്തിയത്. എന്നാൽ അതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് അത്തരത്തിലൊരു ആക്രമണമേ നടത്തിയിട്ടില്ല. സംയുക്ത സേന നടത്തിയിട്ടുള്ള മിസൈൽ ആക്രമണം കൃത്യമായും ഈ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണ്. 21 കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെച്ചത്. എന്നാൽ 9 ഇടങ്ങളിലാണ് ആക്രമണം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സേന വ്യക്തമാക്കിയിട്ടുള്ളതിൽ കൃത്യമായിട്ടുള്ള ഫുട്ടേജുകൾ അടക്കം, ദൃശ്യങ്ങൾ അടക്കം നൽകി വിശദീകരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇത് സംബന്ധിച്ച, ഈ ഓപ്പറേഷൻ സംബന്ധിച്ച വിശദ വിവരങ്ങൾ സേന നൽകിയിട്ടുള്ളത്. ഇതിൽ കൃത്യമായും സൂചിപ്പിച്ചു പോകുന്നത് ഈ പാകിസ്ഥാൻ നിരന്തരമായി ഈ വിഷയങ്ങളെ നിഷേധിക്കുകയും അതോടൊപ്പം തന്നെ ഭീകരരുമായി ഒരു ബന്ധമില്ലെന്ന് വരുത്തി തീർക്കുവാനുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തി. എന്നാൽ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളുടെ പങ്ക് വ്യക്തമായതാണ്. അതുകൊണ്ട് ഈ കേന്ദ്രങ്ങൾ നിരവധിയായിട്ടുള്ള പുൽവാമ ആക്രമണത്തിന് വരെ ഇവരാണ് ലക്ഷ്യം വെച്ചിരുന്നത്. പുൽവാമ ആക്രമണം നടത്തിയിട്ടുള്ള ഈ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾക്ക് നേരത്തെയും നേതൃത്വം നൽകിയത്. അതുകൊണ്ട് ഈ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു സൈന്യത്തിന്. അത്തരത്തിൽ കൃത്യമായ ആസൂത്രണത്തിലൂടെ ഈ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയായിരുന്നു. അവരുടെ എല്ലാ മെഷീനറീസും സൈന്യത്തിന്റെ പാകിന്റെ ഈ ഭീകരരുമായി ബന്ധപ്പെട്ട ഭീകരരുടെ എല്ലാ മെഷീനറീസും തകർക്കുന്നതിന് വേണ്ടി സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ലോഞ്ച് പാഡ് അടക്കം തകർക്കുന്ന നിലപാടാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്രമണം തന്നെയാണ് സംയുക്ത സൈന്യത്തിന്റെ ഭാഗമായി നടത്തിയത്. കൃത്യമായും ഇതിൽ ഇടപെട്ടുകൊണ്ടുള്ള എല്ലാ സൈന്യത്തെയും ആശംസിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഇതിന്റെയൊക്കെയും ഭാഗമായി ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ കൂടി
കൂടി പുറത്തു വരുമ്പോൾ ലഷ്കർ ഇ തൊയ്ബ ബന്ധം, ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി നടത്തിയ ലഷ്കർ ഇ തൊയ്ബ ബന്ധം കൂടിയാണ് കൂടുതൽ ഇപ്പോൾ തെളിവാകുന്നത്. അത്തരത്തിൽ ലഷ്കർ ഇ തൊയ്ബ ബന്ധം മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ വേണ്ടി സൈന്യം ആലോചിക്കുന്നതും കൃത്യമായ ആസൂത്രണത്തിലൂടെ. എന്നാൽ സൈനിക കേന്ദ്രങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് പാകിസ്ഥാൻ പൗരന്മാർക്കോ ഒരു കേടുപാടുകളും വരുത്താതെ തന്നെയാണ് സൈന്യം ഇത്തരത്തിൽ ആസൂത്രിതമായ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഷമി, സ്വാതി, മുൻകാലങ്ങളിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ അവർ പ്രദർശിപ്പിച്ചിരുന്നു. ഉറിയിലും അതുപോലെ തന്നെ പുൽവാമയിലും അടക്കം നടത്തിയിട്ടുള്ള ഭീകരാക്രമണങ്ങൾ, ഈ ജെയ്ഷെ മുഹമ്മദ് അതുപോലെ തന്നെ ഉള്ള തീവ്രവാദ സംഘടനകൾ, ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് പഹൽഗാമിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എങ്കിൽ പോലും അതിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള വലിയ ഭീകരവാദ സംഘടനകളുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അവരുടെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളാണ് പാക് ഓക്കുപൈഡ് കാശ്മീരിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചാബ് പ്രവിശ്യയിലും അത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുത്ത 9 കേന്ദ്രങ്ങളിലാണ് വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ഇന്ത്യ സൈനിക നീക്കം നടത്തിയത്, തകർത്തത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സ്വാതി, തീർച്ചയായും ഷമ്മി, അങ്ങനെ തന്നെയാണ്. ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്ന് തുടക്കമേ തന്നെ, അതായത് സൈനിക വൃത്തങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിന് കൂടുതൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം കൂടിയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുന്നത്. കൃത്യമായും ഈ കേന്ദ്രങ്ങളുടെ നേരത്തെ മുൻപത്തെ സ്ഥിതിയും അതോടൊപ്പം ഇപ്പോൾ ഈ ആക്രമണം നടന്നതിന് ശേഷമുള്ള എങ്ങനെയാണ് ആ കേന്ദ്രം ഇപ്പോൾ നിലവിലുള്ളത്, പൂർണ്ണമായും തകർക്കപ്പെട്ട നിലയിൽ എന്നുള്ള ദൃശ്യങ്ങളടക്കം തെളിവാക്കുന്ന തരത്തിലാണ് വാർത്താ സമ്മേളനം നടത്തി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ച ഈ 9 ഇടങ്ങൾ എന്ന് പറയുന്നത് ബഹവൽപൂർ എന്ന് പറയുന്നത് കൃത്യമായും ലഷ്കർ ഇ തൊയ്ബയ്ക്ക് ബന്ധമുള്ള, ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ ഇ തൊയ്ബയ്ക്കും കൃത്യമായി ബന്ധമുള്ള ഇടമാണ്. അത് ഇന്റർനാഷണൽ അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ ദൂരെയാണ് വരുന്നത്. അതിനെ അടക്കം ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ വിശദമായ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുരുഡ്കെ എന്ന് പറയുന്ന കേന്ദ്രം, അവിടെയാണ് ലഷ്കർ ഇ തൊയ്ബ കുറെ നാളുകളായി പരിശീലനം നൽകുന്നു. ഇത് 30 കിലോമീറ്റർ അകലെയാണ്. അതായത് സംബ പ്രദേശത്താണ് 30 കിലോമീറ്റർ, നിയന്ത്രണ രേഖയിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള ആ കേന്ദ്രം. അതോടെ ഗുൾപൂർ, മറ്റ് ബിലാൽ ക്യാമ്പ്, അതോടൊപ്പം തന്നെ ബർണാല ക്യാമ്പ്, സർജാൽ ക്യാമ്പ് തുടങ്ങി നിരവധിയായിട്ടുള്ള ഈ കേന്ദ്രങ്ങളുടെ അടക്കം വിവരങ്ങൾ നൽകിക്കൊണ്ട് അവയുടെ പ്രാദേശികപരമായിട്ടുള്ള പ്രത്യേകതകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിശദമായ ഒരു വാർത്താ സമ്മേളനം നടക്കുന്നത്. ഇതിൽ കൃത്യമായും ഭീകരരുടെ പങ്ക് ഈ പെഹൽഗാം ആക്രമണത്തിൽ ഉണ്ടായി എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും രഹസ്യാന്വേഷണ ഏജൻസികൾ അടക്കം ഇതിൽ നിർണായക വിശദാംശങ്ങൾ, വിവരങ്ങൾ അന്വേഷണം തേടിയിരുന്നു. അതിൽ കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഈ സംയുക്ത സേനയുടെയൊക്കെയും നേതൃത്വത്തിൽ നടത്തിയത്. പൂർണ്ണമായും ഈ പാകിസ്ഥാന്റെ പങ്ക് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം പൂർത്തീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് കാലങ്ങളായി ഈ കേന്ദ്രങ്ങളിൽ ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, മുൻകാലങ്ങളിൽ ഇന്ത്യയിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് ഈ കേന്ദ്രങ്ങൾക്ക് എന്ത് പങ്കാണുള്ളത് എന്നതടക്കം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു നിർണായക വാർത്താ സമ്മേളനം തന്നെയായിരുന്നു ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി അടക്കം പങ്കെടുത്തുകൊണ്ട് 2 വനിതാ സൈനിക കമാൻഡർമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൽ കൃത്യമായും UN അടക്കമുള്ള ഐക്യരാഷ്ട്ര സംഘടനയിൽ അടക്കം പാകിസ്ഥാൻ കൊണ്ടുവന്ന ചില അടിസ്ഥാനരഹിതമായ വാദങ്ങളെ കൂടി ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ മുൻനിർത്തിക്കൊണ്ട് ഇവരാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഭീകര സംഘടനകൾക്ക് എന്നും പ്രോത്സാഹനം നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അവർ അത്തരത്തിലുള്ള നിഷേധാത്മകമായ നിലപാട് അല്ലെങ്കിൽ ഈ ഭീകരവാദത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് നിഷേധിച്ചാൽ പോലും അതിന് കുറേയധികം തെളിവുകൾ അടക്കം ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനത്തിൽ വിശദമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ഒരു വ്യക്തമായ ധാരണ, അതോടൊപ്പം എത്ര കേന്ദ്രങ്ങൾ ആക്രമിച്ചു, ഈ കേന്ദ്രങ്ങളുടെയൊക്കെയും പശ്ചാത്തലം, ഇതിന് ഭീകര സംഘടനകളുമായിട്ടുള്ള ബന്ധമടക്കം ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതാപരമായിട്ടുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് സംബന്ധിച്ച നടപടികൾ ശക്തമാക്കും എന്നതിൽ ഒരു സംശയവുമില്ല. പാക്കിന്റെ ഈ ഭീകര വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാക്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇനിയും നിയന്ത്രിക്കും എന്ന തരത്തിൽ എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും ഇതിൽ നിർദ്ദേശമടക്കം നൽകിക്കൊണ്ട് കൂടുതൽ നടപടികൾ ശക്തമാക്കാനുള്ള നീക്കത്തിലേക്കാണ് പോകുന്നത് എന്നും ഈ വാർത്താ സമ്മേളനം പറഞ്ഞു വെക്കുന്നുണ്ട്. ഷമ്മി.